ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഡിജിറ്റൽ തെളിവുകളിൽ കുരുങ്ങിയ പ്രതികൾ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളിൽ ഇഡി നടത്തിയ സൈബർ ഫോറൻസിക് പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ വാസു, മുരാരി ബാബു എന്നിവർക്കെതിരെയാണ് ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയത്. ഡിജിറ്റൽ ഡിവൈസുകളിലെ തെളിവുകൾ മുൻനിർത്തി പ്രതികളെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, SIT അകത്താക്കിയ പ്രതികൾ വളരെ കൂളായി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടം കൊണ്ട് തീരുന്നില്ല, അവിടം കൊണ്ട് രക്ഷയില്ല. ED പിന്നാലെ തന്നെയുണ്ട് എന്നുള്ളത് നമുക്ക് അതിന് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങൾ കാണിച്ചു തരുന്നു. എന്തായാലും ED ചോദ്യം ചെയ്യൽ അത് മറ്റ് പല രീതിയിലാണ്. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, വെവ്വേറെയുള്ള ചോദ്യം ചെയ്യൽ, ഇപ്പോൾ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ. നമുക്കറിയാം, ഈ പ്രതികളിൽ നിന്ന് പല നിർണായകമായ ഡിജിറ്റൽ ഡിവൈസുകളും അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. അതിലെ ചില തെളിവുകൾ അത് പ്രതികൾക്ക് കുരുക്കാകും എന്നുള്ളത് തന്നെയാണല്ലേ ജിജീഷ്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്ക് കുരുക്കാവുന്ന തരത്തിലുള്ളത് തന്നെയാണ്. കാരണം മുഴുവൻ ഡിവൈസുകളുടെയും പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ മൊബൈൽ ഫോണുകളുണ്ട്, ലാപ്ടോപ്പുകളുണ്ട്, ഒപ്പം തന്നെ ഹാർഡ് ഡിസ്കുകളുണ്ട്, ഏതാനും പെൻഡ്രൈവുകളുമുണ്ട്. ഇതിന്റെ എല്ലാം പരിശോധനയാണ് വിദഗ്ധ സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തന്നെ വിദഗ്ധ സംഘമാണ് പരിശോധിച്ചത്. ആ പരിശോധനയിൽ ലഭിച്ച ചില വിവരങ്ങൾ അത് പൂർണ്ണമായും അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല എങ്കിൽ കൂടി ഈ പ്രതികൾ പലരും നേരത്തെ നൽകിയ മൊഴികൾക്ക്, അത് SITക്ക് ആണെങ്കിലും അതിൽ 1-2 പേരെ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. എന്നാൽ മുമ്പുള്ള SITയുടെ മൊഴികൾ അടക്കം അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. അപ്പോൾ ഈ മൊഴികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അവർ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. നിലവിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S ശ്രീകുമാറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഒപ്പം തന്നെ ജയശ്രീയെ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. മുൻ ദേവസ്വം സെക്രട്ടറിയാണ്. ഇതടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തിയായിരിക്കും പ്രധാനമായും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വസ്തുതാ വിരുദ്ധമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ ഇവർക്ക് നൽകാൻ കഴിയില്ല. മാത്രമല്ല ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് അതിനുശേഷം കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അത് ഈ അന്വേഷണ ഘട്ടത്തിൽ മാത്രമല്ല, പിന്നീട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഡിജിറ്റൽ തെളിവുകൾ കോടതിയും തെളിവായി സ്വീകരിക്കുമെന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ചോദ്യം ചെയ്യലുകളിലാണെങ്കിലും തുടർ അന്വേഷണത്തിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് പോവുക.